നമസ്കാരം. സിസ്റ്റർ അതെ, ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്. 3 പേര് ഇപ്പൊ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടേ ഒരു പിടുത്തവും കിട്ടില്ല എങ്ങനെ ഇവിടെ വന്നതേ. ഞാൻ ആകെ ഡാർക്ക് സീനാണ്. അപ്പൊ അതെന്താന്ന് മനസ്സിലായില്ല എങ്ങനെ ഇവിടെ വന്നെന്നുള്ളത്. അല്ല, എനിക്ക് വ്യക്തമായില്ല, ഒന്നും കൂടെ ഒന്ന് പറയൂ. കൊച്ചേ, അത് എന്നാന്നറിയോ, രാവിലെ കവലെ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ്. അതിന് ഈ പുള്ളിക്കാരൻ വന്ന് ബൈക്ക് ഇടിച്ചത്. ഇപ്പൊ ഞങ്ങളെ ഇവിടെ ആരാ കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. അല്ലേ, ശരിക്കും എന്താ സംഭവം എന്നൊന്ന് പറയും. സംഭവം വേറെ ഒന്നുമില്ല സിസ്റ്റർ. ഞങ്ങൾ 3 പേരും ഒരു ആക്സിഡന്റിൽ പെട്ടു. പക്ഷെ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ആരാണെന്ന് സിസ്റ്റർ ഒന്ന് തെളിയിച്ച് പറഞ്ഞു തരണം. ഞങ്ങൾക്കത് അറിയണം. ഒന്നും വ്യക്തമാവുന്നില്ല. ഒരു കാര്യം ചെയ്യും, താൻ റേഞ്ച് ഉള്ള സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് എന്നെ കോളി. ഓക്കെ, വെറുതെ നമ്മള് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറോട് ഡോക്ടറെ ഡോക്ടർ ഞങ്ങളല്ല. അതെന്താന്നാ, ഞങ്ങളെ 3 പേര് ഒരു പിടുത്തവും കിട്ടാൻ നിൽക്കാണ്. കാരണം ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അറിയാൻ പാടില്ല ഞങ്ങക്ക്. അല്ല, ഞാനിവിടെ നിൽക്കാനല്ല, നിന്നി വന്നെ എങ്ങനെ, അതായത് ഞങ്ങൾ 3 പേര് എങ്ങനെയാണ് ഇവിടെ വന്നേന്നുള്ള ഒരു പിടുത്തവും കിട്ടണില്ല. അതാണ് എനിക്കിതാ ദേഷ്യം വരുന്നത്. തന്നെയാണ് എന്നെല്ലാം ഇത്ര നേരമായി വിളിച്ചാണ് നമ്മളെല്ലാം. നീ ഒരുമാതിരി എന്നെ അന്യനെ പോലെ കാണരുത്. എനിക്കത് പിടിക്കില്ലല്ലേ സി. അല്ല, ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല ഡോക്ടർ. എന്റെ അവസ്ഥ അറിയാലോ. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചത്. നിനക്ക് ഞാൻ ഫ്ലാറ്റ് വാങ്ങി തന്നു, കാറ് വാങ്ങി തന്നു. എന്തിന്? നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വില കൂടിയ ഐഫോണല്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ സർ. ഒരാളോടും പറയരുത്. നമ്മുടെ കല്യാണ ശേഷം ഇത് പുറത്തറിഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഡോക്ടർ. ആരെങ്കിലും കേട്ടോന്നാവോ? കാറിന്റെ കാര്യവും ഫ്ലാറ്റിന്റെ കാര്യവും ആരും കേട്ടില്ല ഡോക്ടർ. അതെ അതെ ഡോക്ടർ. പിന്നെ ഡോക്ടർ ഡോക്ടർ തന്നെ വിളിക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ അങ്ങനെ വിളിച്ചാ മതി. ഓക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും. എന്റെ പിന്നാലെ ഐസിയുലേക്ക് വാ. അയ്യോ, അവിടെ ആരും ഇല്ല ഡോക്ടർ. അതുകൊണ്ടാണ് വിളിച്ചത്. ഇത് കൊള്ളാലോ. ഇവര് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. ഇവര് നേരെ അതിനകത്തോട്ട് നമ്മൾ കുറെ കാര്യം ചോദിച്ചാൽ അവരൊന്നും കേട്ടില്ല. അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് പോയി. ഇതാണ് ചില ആശുപത്രിയിലെ കാര്യം. ഇതാണെന്ന് ഡോക്ടർമാർ അവരുടെ ഇഷ്ടമാണ്.